നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. മനുഷ്യ സമൂഹങ്ങളിലെ നീതി നിർവഹണത്തിനായി മനുഷ്യർ തന്നെ സൃഷ്ടിച്ച നീതിന്യായ വ്യവസ്ഥകളുണ്ടല്ലോ. എങ്കിലും സാർവത്രികമായി ഓരോരുത്തരും ചെയ്യുന്ന ധർമ്മങ്ങൾ, അധർമ്മങ്ങൾ എന്നിവ വച്ചുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ, ഒരു ലോകനീതി അല്ലെങ്കിൽ ഒരു പ്രപഞ്ച നീതി എന്നൊരു വ്യവസ്ഥ ഉണ്ടോ എന്നൊരു സംശയം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അദ്വൈതത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ലോകനീതി അല്ലെങ്കിൽ പ്രപഞ്ച നീതി എന്നൊരു ആശയത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നീതി നിർവഹണമാണല്ലോ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നം. നീതി എന്നാൽ എന്താണ്, അതെങ്ങനെ നിർവഹിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്താണ് വേദാന്ത പക്ഷം എന്ന് ചോദിച്ചാൽ, വേദാന്തത്തിന് കൃത്യമായ ഒരു പക്ഷമുണ്ട്. ആ പക്ഷം പ്രഥമമായി ഒറ്റനോട്ടത്തിൽ ധർമ്മപുത്രരുടെ ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടും. ധർമ്മപുത്രർ ഭാരതയുദ്ധമൊക്കെ കഴിഞ്ഞ് മഹാപ്രസ്ഥാനമൊക്കെ കഴിഞ്ഞ് പുണ്യാത്മാവായി സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ആദ്യം ചെല്ലേണ്ടി വരുന്നത് നരകത്തിലേക്കാണ്. നരകത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചത് ദുര്യോധനെ പോലെയുള്ള അക്രമികളുടെ ദീനരോധനമൊക്കെ കേൾക്കാം എന്നാണ്. അതൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല, തിരിച്ച് അദ്ദേഹം സ്വർഗത്തിൽ അവസാനം എത്തിപ്പെട്ടപ്പോൾ അവിടെ ദുര്യോധനൻ മഹത്തായ സിംഹാസനത്തിൽ അദ്ദേഹത്തെക്കാൾ മുൻപേ എത്തി ഇരിപ്പ് പിടിച്ചിരിക്കുകയാണ്. ഇതെന്ത് കഥ? ഇങ്ങനെയാണോ ധർമ്മം? ഇങ്ങനെയാണോ നീതി എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് അവിടുത്തെ അധികാരികളോട്. അപ്പോൾ കിട്ടുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെയാണ് നീതി. കാരണം ഈ ഇരിക്കുന്ന ആള്, ഈ ദുര്യോധനൻ എന്ന് പറയുന്ന ആളും അയാളുടെ 101 സഹോദരന്മാരും അവർക്ക് തെറ്റാണ് എന്ന് തോന്നിയ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ആ ഉത്തരം. ശരിയാണ് എന്ന് തോന്നിയ കാര്യം മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ അക്രമമായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഒരിക്കലും തെറ്റാണ് അതെന്ന് അദ്ദേഹം കരുതിയിട്ടില്ല. അതുകൊണ്ട് അത് അധർമ്മം അല്ല, പാപം അല്ല എന്നർത്ഥം. നേരെ മറിച്ച് ഈ ധർമ്മപുത്രർ തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അധർമ്മം ചെയ്തിട്ടുള്ളതുകൊണ്ട്, അറിഞ്ഞിട്ട് അധർമ്മം ചെയ്തിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നരകത്തുകൂടി പോന്നിട്ട് വേണം സ്വർഗത്തിലെത്താൻ എന്നൊരു വിധി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രകൃതി സിദ്ധമായ നീതി എന്ന് പറയുന്നതാണ്. ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് തന്നെ പോയേ മതിയാവുള്ളൂ. മനസ്സിൻ്റെ സ്ഥിതിയാണ് പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും അഥവാ കുറ്റത്തിൻ്റെയും ശിക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ നിദാനം എന്നാണ് വരുന്നത്. അത് നിശ്ചയിക്കണമെങ്കിൽ ശരിയായ ഒരു കോടതി വേണം നമുക്ക്. കോടതിയിൽ വാദിയുണ്ട്, പ്രതിയുണ്ട്, ന്യായാധിപൻ ഉണ്ട്. ഈ വാദി തൻ്റെ കാര്യം വാദിക്കുന്നു, പ്രതി തൻ്റെ പക്ഷം ന്യായീകരിക്കുന്നു. ന്യായാധിപൻ രണ്ടും കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സാമാന്യ ബുദ്ധി വെച്ച്, നിയമപരിജ്ഞാനം വെച്ച് അദ്ദേഹം വക്കീൽമാരിൽ നിന്ന് കേട്ട നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് ഒരു വിധി പ്രസ്താവിക്കുന്നു. ഇതെത്രത്തോളം കൃത്യമാവാം, ശരിയാവാം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ സ്വാഭാവിക നീതിയോട് അടുത്ത് വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവരവരുടെ താല്പര്യം മാത്രമാണ് ഉള്ളത്. വാദിക്ക് തൻ്റെ പക്ഷം ജയിക്കണം, പ്രതിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കോടതിക്ക് നീതിയാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്ന് പരബോധ്യമെങ്കിലും ഉണ്ടാകത്തക്ക രൂപത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും വേണം. സ്വാഭാവിക നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞുവോ എന്ന ചോദ്യം അവിടെ ഉത്ഭവിക്കുന്നില്ല എന്നർത്ഥം. സ്വാഭാവിക നീതി നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ ആ കോടതിയിൽ വാദിയും പ്രതിയും ന്യായാധിപനും ഒരേ ആൾ തന്നെ ആയിരിക്കണം. അപ്പോൾ മാത്രമാണ് എന്താണ് തെറ്റ് എന്നും എന്താണ് അതിന് അനുകൂലമോ പ്രതികൂലമോ ആയ വാദം എന്നും എന്താണ് ഈ കാര്യത്തിന് ഫലമായിട്ട് അനുഭവിക്കേണ്ടി വന്ന, മറ്റൊരാൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടത എന്നും അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്നുമുള്ള കാര്യത്തിൽ
നിഷ്പക്ഷമായ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കോടതി സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. പക്ഷേ അത് സാധ്യമാകണം എങ്കിൽ ഒരാളുടെ മനസ്സിൽ തന്നെ ആയിരിക്കണം ആ കോടതി കൂടിയിരിക്കുന്നത്. മനസാക്ഷി തന്നെ ആയിരിക്കണം വിചാരണ ചെയ്യുന്നത്. അദ്വൈതത്തിൽ ഈ നീതി സാധിക്കുമോ എന്നുള്ളതിന് ഉത്തരം തീർച്ചയായിട്ടും സാധിക്കും എന്നാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ധർമ്മത്തിനുള്ള ഉത്തരം അതാണ്. ധർമ്മം എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഹിതമാണ് എന്നുള്ളതാണ്. ഞാനിന്ന് വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ അഹിതമായിട്ട് എന്താണ് ഉണ്ടാവുക, എങ്ങനെയാണ് അതിൻ്റെ ഫലം ആർക്കെങ്കിലും വേദനയുണ്ടാക്കുക, ആർക്കെങ്കിലും അനിഷ്ടമുണ്ടാക്കുക, നഷ്ടമുണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നുവോ, അറിഞ്ഞിട്ടാണോ ഞാനത് ചെയ്തത് എങ്കിൽ അത് പാപമാണ്, ശിക്ഷാർഹമാണ്. അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ അത് പാപമല്ല, ശിക്ഷാർഹവും അല്ല. അറിയാതെ ചെയ്തു പോയതാണെങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുന്നത് നാളെ അത് വീണ്ടും അറിയാതെ ചെയ്തു പോകാതിരിക്കാനുള്ള ഒരു മുൻകൂറായിട്ട് നമുക്ക് അനുഭവത്തിൽ വരും എന്നുള്ളത് കൊണ്ട് അതിനെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നൊരു നീതി പാഠം കൂടി ഉണ്ട്. പക്ഷേ ഒരു ജീവി, പോത്തായാലും സിംഹമായാലും പാമ്പായാലും നമ്മളെ ഉപദ്രവിക്കുന്നത് ദുരുദ്ദേശപൂർവമല്ല എന്നും അത് ചെയ്യുന്നത് എന്താണെന്ന്, അതിൻ്റെ ഫലം എന്താണെന്ന് അതിനെ അറിയാത്തത് കൊണ്ട് കൂടിയാണ് എന്നും നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ആ ജീവിക്ക് അത് നിശ്ചയമില്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഉത്തരവാദിത്തമോ ഭാരമോ ചുമതലയോ ആലോചിക്കാനുള്ള കഴിവോ ഇല്ല, അതുകൊണ്ട് അത് ആലോചിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം അത് ബോധപൂർവം നമ്മളെ കരുതിക്കൂട്ടി ഉപദ്രവിക്കുകയല്ല, ഒന്നുകിൽ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ ഭയം കൊണ്ട് ആണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ദുരുദ്ദേശമില്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ നിയമത്തിൻ്റെ ഭാഷയിൽ മാലിസ് അഫോർ തോട്ട് എന്ന് പറയും. അത് തെറ്റല്ലാതായിത്തീരുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് ആവശ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പരിപൂർണമായ നിഷ്കർമ്മണ്യത അത് മതിയോ നീതിയായിട്ട് ചോദിച്ചാൽ പോരാ. കാരണം നമുക്ക് പ്രവൃത്തി ചെയ്യാതെ ഇടപെടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു അരുതാത്ത കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അരുത് എന്ന് പറയും. ആ അരുത് എന്ന് പറയുന്നതാണ് ശരിയായ ഉൾവിളി, അല്ലെങ്കിൽ നമ്മുടെ മാനുഷിക അവസ്ഥയിൽ നമുക്ക് വന്ന സാംസ്കാരികമായ അവബോധത്തിൻ്റെ പരിണതിയായ ഫലമായ ഉത്ബോധനം. അത് ചെവിക്കൊണ്ടാൽ നമുക്കൊരിക്കലും പിന്നീട് കുറ്റബോധം തോന്നത്തക്ക ഒരു പ്രവൃത്തിയിലേക്ക് പോകേണ്ടി വരില്ല. അത് ചെവിക്കൊള്ളാണ്ടിരുന്നാൽ നമ്മൾ അരുതാത്തത് ചെയ്തു പോകുമെന്ന് മാത്രമല്ല, നാളെ മനസാക്ഷി കുത്തുകൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വരികയും ചെയ്യും. പക്ഷെ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ മിക്കവാറും സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. സാരമില്ല, ഒരിക്കലൊക്കെ ആവാം, പിന്നീട് ഒരിക്കലും കൂടെ ആവാം, പിന്നെ ഒരിക്കലും കൂടെ ആവാം. അങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ? നമ്മൾ പിന്നെ ഒരു വേണ്ട കാര്യം ചെയ്യാൻ പോകുമ്പോൾ മനസ്സിനകത്ത് നിന്ന് വരുന്ന ഈ അരുത് എന്നുള്ള ശാസന ശക്തി കുറഞ്ഞ് വരും. നിഷ്ഫലമായതിന്, പ്രയോജനമില്ലാത്തതിന് ആരും മുതിരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടായിട്ട് പിന്നെ മനസ്സിൻ്റെ ആ ഫാക്കൽറ്റി നിശബ്ദമാവും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ കുറ്റവാളിയായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ചെയ്യുന്ന കുറ്റം തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല. പണ്ടാരോ പറഞ്ഞു, ഒരു കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ നീ എങ്ങനെയാണോ ഈ പോക്കറ്റ് അടിക്കാരനായത് ചോദിച്ചപ്പോൾ ജഡ്ജി ചോദിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്, 24 വയസ്സായിട്ടുള്ളൂ. അയാൾ പറഞ്ഞു, യജമാനനെ, ഇത് മെല്ലെ ഉണ്ടായ ഒരു പരിണതിയാണ്. ആദ്യം ഞാനൊരു പോക്കറ്റ് അടിക്കാരനൊന്നും ആയിരുന്നില്ല, വീട്ടിൽ വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു കുട്ടികളൊക്കെ മിഠായി വാങ്ങി തിന്നുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴോ ഒന്നും എനിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കാശ് കിട്ടിയാൽ കൊള്ളാമെന്ന് അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് സങ്കടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം റോട്ടിൽ ഒരു 100 രൂപ നോട്ട് കിടക്കണം. റോട്ടിൽ വേറെ ആരുമില്ല. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി. എനിക്കറിയാം അത് ആരുടെ കാശാണ്. ഏതെങ്കിലും ഒരു പാവത്താൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് കൊണ്ടുപോകുമ്പോൾ വീണ് പോയതായിരിക്കാനും ഇടയുണ്ട്. അതെടുത്തിട്ട്
ആരാണ് അതിൻ്റെ അവകാശി എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന്. പക്ഷേ ഞാൻ എന്ത് വിചാരിക്കുന്നു, എൻ്റെ മനസ്സിനോട് പറയുന്നു, താനിപ്പോൾ അങ്ങനെയൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഇയാൾക്കിത് സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ എനിക്കിരിക്കട്ടെ, അയാൾക്ക് അതിനേ അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് ഞാനതെടുത്ത് എൻ്റെ പാട്ടിന് പോയി. പിന്നെ എൻ്റെ ഓട്ടമൊക്കെ റോട്ടിൽ നടക്കുമ്പോൾ എവിടെയെങ്കിലും കാശ് കൂടെ എടുക്കണ്ടോന്നായി. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപയുടെ നോട്ട് ഇതുപോലെ പകുതി ഭാഗം പുറത്തേക്കായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഇത് എടുത്ത് കളയുന്നത്. അപ്പോൾ തന്നെ മനസ്സ് പറഞ്ഞു വേണ്ട, ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു സാരമില്ല, തൻ്റെ പോക്കറ്റിലെ കാശ് ശരിയായി സൂക്ഷിക്കാൻ കഴിയാത്ത ഈ മണ്ടന് ആ കാശിന് അവകാശമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തു. അങ്ങനെ രണ്ടാമത്തെ തവണയും കഴിഞ്ഞപ്പോൾ പിന്നെ മൂന്നാമത്തെ തവണയായപ്പോൾ ഒരാളുടെ പോക്കറ്റിന് അകത്ത് കാശ് കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് വാങ്ങിയിട്ട് പോക്കറ്റിലിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഇത്രയും കാശ് പോക്കറ്റിലിട്ടിട്ട് ഈ മനുഷ്യൻ ഈ ബസ്സിൽ കയറി ഇത്ര അലക്ഷ്യമായിട്ട് യാത്ര ചെയ്യുന്നുവല്ലോ എന്ന് അവനൊരു പാഠം പഠിപ്പിക്കുക തന്നെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, നീ വേണ്ടാതീനെ ഒരുപാട് വല്ലാതെ കാണിക്കുന്നുണ്ട്. ഞാൻ കൂട്ടാക്കിയില്ല, ഞാനത് എടുത്തു. അങ്ങനെ കുറേ കാലത്തേക്ക് പിന്നെ എനിക്ക് ഒന്നും കിട്ടിയില്ല, മോഷ്ടിക്കാനും കിട്ടിയില്ല, എടുക്കാനും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വയ്യാതെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വീട് പൂട്ടി കിടക്കണ കണ്ടു, അതിനകത്ത് കയറിയിട്ട് അതിനകത്തുനിന്ന് കിട്ടാവുന്ന കാശൊക്കെ എടുത്തു. അതുകൊണ്ട് കുറേ കാലം ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ആവശ്യക്കാരുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു വീട്ടിലെ ഇതുപോലെ അടഞ്ഞു കിടക്കുന്ന വാതിൽ തള്ളി തുറന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വയസ്സായിട്ട് ഒരമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ കഴുത്തിലൊരു സ്വർണ്ണമാലയുണ്ട്. അത് ഞാൻ പൊട്ടിച്ചപ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ അമ്മയെ ഒരു തള്ളി. അമ്മ വീണ് തല പൊട്ടി മരിച്ചുപോയി. അങ്ങനെയാണ് ഞാനിവിടെ വന്നത് എന്ന്. നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ മനസ്സ് തരുന്ന കൽപ്പന, അരുത് എന്ന കൽപ്പന നമ്മൾ അവഗണിക്കുന്നു. അടുത്ത തവണ ആ കൽപ്പന ശക്തിയായി വരുന്നില്ല. മുൻപത്തേക്കാൾ വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ പോയിട്ട് തെറ്റിൻ്റെ പടിയിലേക്ക് പോകുന്നതിനെയാണ് താഴേക്കുള്ള വീഴ്ച എന്ന് ഗീത വിശേഷിപ്പിക്കുന്നത്. അഥവാ ഗച്ഛന്തി താമസ, താഴത്തേക്ക് പോവുകയാണ് എന്നർത്ഥം. അപ്പോൾ വേദാന്ത വിജ്ഞാനം, അദ്വൈതജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ചീത്ത, തെറ്റ്, കുറ്റം എന്ന് പറയുന്നതിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ഗ്യാരണ്ടി നൽകി അനുഗ്രഹിക്കുകയാണ്. നീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള അവസരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു അദ്വൈതം. തെറ്റ് ചെയ്തിട്ട് തെറ്റ് എത്രയാണ്, കുറ്റം എന്ത് വേണം എന്ന് നിശ്ചയിക്കുന്നതിനെ അല്ല അദ്വൈതം നീതി എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാതിരിക്കാനുള്ള അന്തരീക്ഷം ഒരു നാട്ടിലെ കുട്ടിക്ക്, സാധാരണക്കാരന്, മനുഷ്യന് നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ നീതി ആ കുട്ടിയോട്, മനുഷ്യനോട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ പ്രാഥമികമായ ചോദ്യം. ഒരു പൂവും വിഷപ്പൂവായിട്ട് പിറക്കുന്നില്ല. വിഷപ്പൂവായിട്ട് പിറക്കുന്നത് നമ്മുടെ ദേഹത്തിൽ ആ പൂവിലുള്ള പദാർത്ഥം ചേരാത്ത ഒരു വസ്തു ആയി പോയതുകൊണ്ടാണ്. പൂവിൻ്റെ കുറ്റമല്ല. ആ വിഷപ്പൂവിലുള്ള തേൻ പോലും കുടിച്ചുകൊണ്ട് പോകുന്ന തേനീച്ചകളുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ചീത്ത വാസനകൾ ഉണ്ടാകുന്നത് അയാളുടെ മാത്രം ഉത്തരവാദിത്തം കൊണ്ടല്ല എന്നർത്ഥം. നല്ല വാസനകളും പലപ്പോഴും ചീത്ത വാസനയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്, മറിച്ചുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു വാസനയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നും നമ്മൾ കർമ്മത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കൽപ്പനകളെ എങ്ങനെ ആദരിക്കുന്നു എന്നുമനുസരിച്ചിരിക്കും നമ്മുടെ നീതിബോധം എന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു നീതി സമൂഹം ഉണ്ടാവാനായിട്ട് അടിസ്ഥാനപരമായി എല്ലാവരും വേദാന്തം പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.